1000-ഓളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ. ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനലാണ് അവരുടെ ലീഡർ. പേര് സ്റ്റീഫൻ. ഓഹോ. കാളിയാറച്ചന്റെ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായം എന്നൊരാളാണ്. അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു. ഇതിന്റെ പിന്നിലും കാളിയാറച്ചന്റെ കൈകളാണ് സർ. ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക. ഇതൊക്കെ വിളിച്ചു പോവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ? ഐ മീൻ സോളിഡ് എവിഡൻസ്. ഓഫ് കോഴ്സ് സർ. 1 minute. സിസ്റ്റർ, പ്ലീസ് കം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമല, ഇരിക്കൂ. അത് ശരി, അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി വന്നിരിക്കുന്നത് ഒരു അമ്മച്ചി തന്നെയാണല്ലോ. അതും ഒരു പാവം പുരോഹിതന്. No, he's not a priest. He's an anti-episcopal, anti-evangelical, anti-papal prudent person. സുവിശേഷത്തിന്റെ പേരിൽ നാട് മുഴുവൻ കുരുതിക്കളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം ധൈര്യം കാണിച്ചൂടെ? ആര് ധൈര്യം കാണിക്കണമെന്നായി വാദിക്കുന്നേ? ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഓർഡർ ഇൻസ്പെക്ടർ ജനറൽ. എന്റെ ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? നിങ്ങളൊക്കെ എന്നതാ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ഇരിക്കുന്നത് പഴയ ദിവാൻ CP-യുടെ കനകസിംഹാസനത്തിലൊന്നുമല്ല. ഇയാൾ 5 രൂപ പോലീസും അല്ല. എന്റെ തലയ്ക്ക് മുകളിലേ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട്, അരിവാള്. മനസ്സിലായില്ല അല്ലേ? സർക്കാര് ഈ സുവിശേഷത്തെലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. സുവിശേഷം, കാളിയാറച്ചന്റെ സുവിശേഷം എന്ന് പറയൂ. വിശക്കുന്നവന്റെ വായിൽ പാലും റൊട്ടിയും തിരികെ കൊടുത്ത് അതിന്റെ പ്രതിഫലമായി അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ഈശ്വരനെ വലിച്ചു പറിച്ചെടുത്ത് കീറിക്കളയുന്ന സുവിശേഷം. അതല്ല ക്രിസ്തുവിന്റെ ലോർഡ്സ് പ്രേയർ. നിക്കോ സ്റ്റീരിയോവിൽ 10,000 വാട്ട്സിൽ വിശ്വാസികളെ ഹിസ്റ്റീരിയ പിടിപ്പിച്ച് അലറിക്കുന്നതല്ല സുവിശേഷം. ഫാദർ ക്ലെമൻ കാളിയാർന്നത് അറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും ചവിട്ടി അരയ്ക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം. ഇനിയും അയാളെ വളർത്തിയാൽ, വളരാൻ വിട്ടാൽ, ആസനത്തിൽ മുളച്ച തണൽമരം പോലെ കൊണ്ടു നടക്കണം. നടന്നേ പറ്റൂ. വല്ല NH-ലോ MC റോഡിലോ KK റോഡിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ. ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന്. സർ, കാളിയാറച്ചൻ ലൈനിലുണ്ട്. അത്യാവശ്യമായിട്ട് സാറിനെന്തോ പറയാനുണ്ടെന്ന്. കണ്ടിട്ട് സർ. ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷനില്ല. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. സർ, എന്നെ വിശ്വസിക്കാം പൂർണ്ണമായും. ഒരു അറ്റാക്കിന് മുമ്പ് എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ അടച്ചിരിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സിസ്റ്റർ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും എന്നെ ഏൽപ്പിക്കൂ. സോറി സർ, ഞാൻ തരില്ല. Now I feel a tricky trap. I'm extremely sorry. കാളിയാറച്ചന്റെ ഈ നിൽക്കുന്ന അപ്പോസ്തലന്റെ മുന്നിൽ എവിഡൻസുകൾ അടിയറ വെച്ച് ഒരു വിഡ്ഢിയാവാൻ എനിക്ക് താല്പര്യമില്ല. SP സർ, ഞാൻ പോകുന്നു. I feel shame on you, sir. At any cost, I will arrest him. തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ അൻവറേ. I will show you, sir. Let us see. ഒരു ബ്രദറിനെ പോലെ കരുതി ഞാൻ പറയാ. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിലിരുന്ന് ശ്വാസം മുട്ടി ചത്തുവും. അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി തന്നെ ശ്വാസം മുട്ടിച്ച് ഞാൻ കാളിയാറച്ചനെ കൊല്ലും. അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽ മരത്തിന് കീഴെ ഈ 4 കസേരയിൽ മറ്റൊരു 4 തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഞാൻ ഇരിക്കില്ല സർ. I am Anwar Routh, IPS. Entirely different from you.